ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മുടെ ചാനലിൽ വോയിസ് ഓവർ കൊടുത്ത് ചെയ്യുന്ന ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് കേട്ടോ ഇത്. തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ഇന്ന് നമുക്ക് ഒരു DIY പേപ്പർ കട്ടർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം നമുക്ക് ഒരു കാർഡ്ബോർഡ് പീസ് എടുത്ത് ഈ ഒരു മെഷർമെന്റിൽ ഒന്ന് വെട്ടിയെടുക്കാം. ദെൻ അതൊന്ന് കവർ ചെയ്തെടുക്കാം. എനിക്ക് പിങ്കിനോട് ഇത്തിരി ചായ്വ് കൂടുതലുള്ളതുകൊണ്ട് ഞാൻ പിങ്കാണ് കേട്ടോ ചൂസ് ചെയ്തത്. ഓക്കെ, അതൊക്കെ അവിടെ നടക്കട്ടെ. അതിനിടയ്ക്ക് നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നമ്മൾ നമ്മുടെ ചാനലിൽ ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ട് അധിക നാളൊന്നും ആയിട്ടില്ല. ഒരു ജൂൺ പകുതി വെച്ചിട്ടാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് നമുക്ക് 10ൽ താഴെ സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ബട്ട് അൽഹംദുലില്ലാ ഇപ്പം നമ്മൾ 500 സബ്സ്ക്രൈബേഴ്സും ക്രോസ് ചെയ്തിരിക്കുകയാണ്. എൻ്റെ ഓരോ വീഡിയോസും ക്ഷമയോടെ കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നമുക്കിത് സാധിച്ചത്. അതിന് നിങ്ങളോടൊക്കെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അങ്ങനെ ഒരു നന്ദിയിൽ മാത്രം അത് ഒതുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. ഞാൻ ഷോർട്സിൽ പറഞ്ഞ പോലെ നമ്മളൊരു ഗിവ് അവേ കണ്ടക്ട് ചെയ്യാൻ പോവാണ്. 5 വിന്നേഴ്സിനെ സെലക്ട് ചെയ്യാനാണ് ഇപ്പൊ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ പറഞ്ഞു നമ്മള് കാർഡ്ബോർഡ് പീസസ് എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി അതിൽ ആ ചെറിയ പീസിൽ ഒരെണ്ണത്തിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഒരു 0 to 21 ആണ് മാർക്ക് ചെയ്ത് കൊടുത്തത് കേട്ടോ. നമ്മുടെ ഗിവ് അവേക്ക് കാര്യമായിട്ട് വലിയ റൂൾസ് ഒന്നുമില്ല, കുറച്ച് കുഞ്ഞു റൂൾസേ ഉള്ളൂ. അതെന്തൊക്കെയാന്ന് ഞാൻ വഴിയെ പറയാം കേട്ടോ. മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് ഈ സൈസിൽ 2 പീസസ് വെട്ടിയെടുക്കാം കേട്ടോ. ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ലൂസായിട്ട് വേണം കേട്ടോ ഒട്ടിച്ചു കൊടുക്കാൻ. ഇനി ഇതാ ഏകദേശം ഈ ഒരു സൈസിൽ 2 കാർഡ്ബോർഡ് പീസസ് വെട്ടിയെടുത്ത് ഒന്ന് കവർ ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിന്റെ മേലെ ഒരു 0.5 സെന്റിമീറ്റർ ഗ്യാപ്പ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇതൊക്കെ ആക്ച്വലി കണ്ടാൽ തന്നെ പെട്ടെന്ന് മനസ്സിലാവും, ഞാനിങ്ങനെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതുപോലത്തെ 2 പീസസ് വെട്ടിയെടുത്ത് ഇതിന്റെ ബാക്കിൽ ഒട്ടിച്ചു കൊടുക്കണം. ഈ ഒരു സാധനത്തിന് നമുക്ക് മെയിൻ ബോർഡിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത്. എളുപ്പത്തിൽ തുറക്കാനും അടയ്ക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രൂപത്തിൽ തന്നെ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അതൊന്ന് നന്നായി ഒട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ബാക്ക് സൈഡിലും ഇതേപോലെ ചെറിയ 2 കാർഡ്ബോർഡ് പീസസ് എടുത്തിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അടുത്ത സ്റ്റെപ്പ് എന്താ വെച്ചാൽ ഈ പേപ്പർ കട്ടറിന്റെ ബ്ലേഡ് ഹോൾഡ് ചെയ്യാനുള്ള ഒരു ഹോൾഡർ ഉണ്ടാക്കിയെടുക്കണം. കുറെ നാൾക്ക് ശേഷം കോമ്പസ് കയ്യിൽ കിട്ടിയതിന്റെ കാഴ്ചകളാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവസാനമായിട്ട് കോമ്പസ് യൂസ് ചെയ്തത് +2 എങ്ങാണ്ട് പഠിക്കുന്ന സമയത്താണ്. കോമ്പസും പെൻസിലും ഒരേപോലെ അലൈൻ ചെയ്തിട്ടാണോ മെഷർമെന്റ് എടുക്കേണ്ടത് അതോ മെഷർമെന്റ് എടുത്തിട്ടാണോ അങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തിൽ കുറച്ചൊന്ന് കൺഫ്യൂഷൻ ആയിപ്പോയി. എന്തായാലും ആദ്യം വരച്ച സർക്കിള് കുറച്ച് സൈസ് കൂടിപ്പോയി, പിന്നെ ഒന്നുകൂടെ വരച്ചപ്പോൾ ഒന്ന് സെറ്റായി. ഇനി ഈ ഒരു സർക്കിൾ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തിട്ട് അതും ഒന്ന് കളർ പേപ്പറിൽ റാപ്പ് ചെയ്ത് ഒട്ടിച്ചെടുക്കണം. കുറച്ചുകൂടെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ക്യൂട്ടായിട്ടുള്ള റാബിറ്റിനെ കൂടെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. അതും കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഹോൾഡറിന്റെ മേലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഈ ഹോൾഡറിന്റെ ഉള്ളിൽ വെക്കാനായിട്ടുള്ള ബ്ലേഡ് ഒപ്പിക്കണം. ബ്ലേഡ് ഒപ്പിക്കാനായിട്ട് ഇതുപോലത്തെ ഏതെങ്കിലും ക്രാഫ്റ്റ് നൈഫ് എടുത്തിട്ട് അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. നല്ലപോലെ സൂക്ഷിച്ച് കട്ട് ചെയ്തെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കൈയൊക്കെ മുറിഞ്ഞു പോവും. നല്ലപോലെ സൂക്ഷിക്കാം. എൻ്റെ കയ്യെ മുറിഞ്ഞു പോയി, പക്ഷെ വലിയ മുറിവൊന്നും പറ്റിയില്ല ഭാഗ്യത്തിന്. ഇനി ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാം. നമുക്ക് ബ്ലേഡ് വേണ്ടത് ഒരു സ്ലോപ്പിംഗ് ഷേപ്പിലാണ്. ഈ ഒരു നൈഫ് കണ്ടോ, ഇതിന്റെ ബാക്ക് സൈഡ് കർവ്ഡ് ആണ്. അതുകൊണ്ട് എത്രയൊക്കെ പൊട്ടിച്ചിട്ടും ഈ ഒരു ഷേപ്പിൽ മാത്രമേ ബ്ലേഡ് കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ നേരെ മറിച്ച് രണ്ടാമത്തെ നൈഫ് കണ്ടോ, ഇതിന്റെ ബാക്ക് സൈഡ് സ്ട്രെയിറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇങ്ങനെ സ്ലോപ്പിംഗ് ആയിട്ടുള്ള ബ്ലേഡുകൾ പൊട്ടിച്ചെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഈ സ്ലോപ്പിംഗ് ടൈപ്പിലുള്ള ബ്ലേഡ് ഉണ്ടെങ്കിലാണ് നമ്മളെ ഈ ഒരു കട്ടർ നല്ലപോലെ വർക്കാവുള്ളൂ. ഇനി ഈ ബ്ലേഡ് ഹോൾഡറും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പേപ്പർ കട്ടർ സെറ്റ് ആയിട്ടോ. ഇത് വർക്ക് ആവുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പേപ്പേഴ്സ് എടുത്തിട്ട് കട്ട് ചെയ്ത് നോക്കി. നല്ല അടിപൊളിയായിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട് കേട്ടോ. പേപ്പർ കട്ടർ സെറ്റായ സ്ഥിതിക്ക് ഇനി നമുക്ക് നമ്മുടെ ഗിവ് അവേ റൂൾസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. കാര്യമായിട്ട് വലിയ റൂൾസ് ഒന്നുമില്ല. ആദ്യത്തെ റൂൾ എന്ന് പറയുന്നത് നമ്മുടെ സബ്സ്ക്രൈബർ ആയിരിക്കണം. പിന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. 4 വിന്നേഴ്സിനെ നമ്മൾ ഈ ഒരു വീഡിയോൻ്റെ കമൻറ്റ്സ് ത്രൂ ആയിരിക്കും സെലക്ട് ചെയ്യുന്നുണ്ടാവുക. ബാക്കി ഒരു വിന്നറിനെ എല്ലാ വീഡിയോസും നോക്കിയിട്ട് ടോപ്പ് കമൻറ്ററിനെ സെലക്ട് ചെയ്തിട്ടായിരിക്കും ഡിസൈഡ് ചെയ്യുന്നുണ്ടാവുക. ഓഗസ്റ്റ് 1 വരെയാണ് കേട്ടോ നമ്മുടെ ഗിവ് അവേ ഉള്ളത്. കുറച്ച് സബ്സ്ക്രൈബേഴ്സ് മാത്രം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് വിൻ ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഒട്ടും വൈകിക്കേണ്ട, ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തോളൂ. പിന്നെ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ.